നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്വകാര്യ ബസ് മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നും ഇതിനായിട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് അസോസിയേഷൻ്റെ പ്രധാന ആവശ്യം. കിലോമീറ്ററിന് 55 രൂപ വാടക നൽകിക്കൊണ്ട് സർക്കാർ സ്വകാര്യ ബസ്സുകൾ ഏറ്റെടുക്കണമെന്നാണ് ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ സ്വകാര്യ ബസ് വ്യവസായം വലിയ തകർച്ചയിലാണെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് സ്വകാര്യ ബസ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയെന്നും വരുമാനം കുത്തനെ ഇടിഞ്ഞതുമൂലം പല റൂട്ടുകളിലും സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ടി വന്നെന്നും ഉടമകൾ പരാതിപ്പെടുന്നു. കഴിഞ്ഞ 21 ദിവസം കൊണ്ട് മാത്രം 43 കോടി രൂപയുടെ നഷ്ടമാണ് സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടായത്. പല റൂട്ടുകളിലും സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ദിവസേന 2000 രൂപ മുതൽ 6000 രൂപ വരെ നഷ്ടം സംഭവിക്കുന്നതായാണ് അസോസിയേഷൻ്റെ വിലയിരുത്തൽ. സ്വകാര്യ ബസ് വ്യവസായം നിലനിർത്താനായിട്ട് സർക്കാർ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും നേരിൽ കണ്ട നിവേദനം നൽകിയിരുന്നെങ്കിലും ഇതുവരെ അനുകൂലമായിട്ടുള്ള യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് ബസ് ഉടമകൾ പണിമുടക്കിലേക്ക് നീങ്ങുന്നത്. സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം സംസ്ഥാന വ്യാപകമായിട്ട് കൂടുതൽ ശക്തമാക്കാനാണ് ബസ് ഓപ്പറേറ്റർമാരുടെയൊക്കെ തന്നെ തീരുമാനം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കനത്ത മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇരു ജില്ലകളിലെയും പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, മദ്രസകൾ, അംഗനവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സർവകലാശാല പരീക്ഷകളും PSC പരീക്ഷകളും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മാറ്റമില്ലാതെ നടക്കുന്നതാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിയാണ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിലവിൽ ശക്തമായ മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ ധനസഹായം കൈപ്പറ്റുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക് KYC അഥവാ മസ്റ്ററിംഗ് നിർബന്ധമായിട്ട് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയവും സൗകര്യവുമൊക്കെ അനുസരിച്ച് നിങ്ങളുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഇത് പൂർത്തിയാക്കാൻ സാധിക്കും. ആധാർ കാർഡുമായിട്ട് കോമൺ സർവീസ് സെൻ്ററുകളിലൊക്കെ തന്നെ എത്തിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ നിങ്ങൾക്ക് ഈ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാം. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് KYC ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് പ്രത്യേകമായിട്ട് വീണ്ടും അറിയിച്ചിട്ടുണ്ട്. വിവിധ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലൊക്കെ തന്നെ നിലവിൽ ഈ KYC പ്രക്രിയ നടന്നു വരികയാണ്. ഈ KYC പുതുക്കാത്തവർക്ക് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വരുമ്പോൾ ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും കൃത്യസമയത്ത് മുടങ്ങാതെ തുക ലഭിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് ഈ KYC ഒരിക്കൽ കൂടി പുതുക്കാൻ സർക്കാർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. PM കിസാൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഈ KYC നേരത്തെ തന്നെ പൂർത്തിയായതായിട്ട് കാണിച്ചേക്കാം. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതൊരിക്കൽ കൂടി പുതുക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് ചെയ്തവരാണെങ്കിലും ഒരിക്കൽ കൂടി ചെയ്യുന്നതിൽ തടസ്സമില്ല. ഇത് ആനുകൂല്യം മുടങ്ങാതിരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ജൂലൈ 30-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്ന രീതിയിലൊക്കെ തന്നെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. നിലവിലും നമുക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് KYC ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ സർവീസ് സെൻ്ററുകളുടെ നമ്പറുകൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ബന്ധപ്പെടുക. തിരക്കില്ലാത്ത സമയം നോക്കി നേരിട്ടെത്തി എത്രയും വേഗം തന്നെ ഈ നടപടി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത പരിശോധിക്കുന്നതിനുള്ള നടപടികൾ വരും മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചന. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഫീൽഡ് ലെവൽ പരിശോധന നടക്കുക. പുതിയ UDF സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ക്ഷേമ പെൻഷൻ തുക വലിയ തടസ്സമില്ലാതെ 3000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് നിലവിലുള്ള പട്ടികയിൽ നിന്ന് അനർഹരായിട്ടുള്ള വ്യക്തികളെയൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കാനും യഥാർത്ഥ അർഹരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെയൊക്കെ തന്നെ മാത്രം ഉൾപ്പെടുത്താനുമാണ് സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്.
ഇതിനായി ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന പരിശോധനാ രീതികളിലൊക്കെ തന്നെ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. നിലവിലെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ, അതോടൊപ്പം തന്നെ 2 ഏക്കറിൽ അധികം ഭൂമി, 1000 CCക്ക് മുകളിലുള്ള വാഹനം, വീട്ടിലെ AC, ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കാറില്ല. ഈ നിബന്ധനകൾ കാരണം അർഹരായിട്ടുള്ള പല പാവപ്പെട്ടവർക്കും പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും PK ഫിറോസ് MLAയും നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായിട്ട് ഇതിൽ വലിയ ഇളവുകൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. വീട്ടിൽ എയർ കണ്ടീഷണർ വെച്ചതുകൊണ്ടോ അതുപോലെ തന്നെ ഫ്ലോറിംഗ് മനോഹരമാക്കിയതുകൊണ്ടോ പാവപ്പെട്ടവരുടെ പെൻഷൻ ഇനി മുടങ്ങില്ല. കൂടാതെ റേഷൻ കാർഡിലുള്ള മറ്റേതെങ്കിലും അംഗത്തിന് വരുമാനമുള്ളതിൻ്റെ പേരിലോ മക്കൾക്ക് നല്ല വരുമാനമുണ്ടെന്ന കാരണത്താലോ പ്രായമായ മാതാപിതാക്കളുടെയൊക്കെ തന്നെ പെൻഷൻ തടഞ്ഞു വെക്കുന്ന രീതി മാറണമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു. നയപരമായിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾ വരുത്തിയ ശേഷമേ ഫീൽഡ് തല പരിശോധനകളൊക്കെ തന്നെ ആരംഭിക്കുകയുള്ളൂ. പെൻഷൻ ലഭിക്കുന്നതിനുള്ള വാർഷിക വരുമാന പരിധി നിലവിലുള്ളതുപോലെ തന്നെ 1 ലക്ഷം രൂപയായിട്ട് തന്നെ തുടരാനാണ് സാധ്യത. നിലവിൽ പുതിയ വരുമാന സർട്ടിഫിക്കറ്റുകളോ മസ്റ്ററിംഗ് തീയതികളോ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. സാധാരണയായിട്ട് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് വാർഷിക മസ്റ്ററിംഗ് നടക്കാറുള്ളതെങ്കിലും ഈ വർഷത്തെ മസ്റ്ററിംഗ് തീയതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. 21-ാം തീയതിയിലെ കടമെടുപ്പിന് ശേഷം 23, 24 തീയതികളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ഉണ്ടാകുന്നതാണ്. തുടർന്ന് 26, 27 തീയതികളോടെ തന്നെ കൈകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള വിതരണവും സജീവമാകുന്നതാണ്. അടുത്ത മാസം ആദ്യവാരത്തോടെ എല്ലാവർക്കും പെൻഷൻ തുക ലഭ്യമാകും. എന്നാൽ വരും മാസങ്ങളിൽ തന്നെ പെൻഷൻ തുക 3000 രൂപയാകുമെന്ന പ്രചരണം അത് അടിസ്ഥാനരഹിതമാണ്. നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ തന്നെ അനുസരിച്ച് ഇപ്പോൾ 2000 രൂപ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. 2027 ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലോ ഒക്കെ ആയിരിക്കും നമുക്ക് പെൻഷൻ തുകയിൽ വർധനവ് പ്രതീക്ഷിക്കാവുന്നത്. കാരണം അടുത്ത ബജറ്റ് അത് ആ സമയമാണ്. സോ അടുത്ത ബജറ്റിൽ മാത്രമായിരിക്കും 100 അല്ലെങ്കിൽ 200 രൂപയുടെ ചെറിയൊരു വർധനവെങ്കിലും ഇനി പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പിങ്ക് കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 17 വരെ സമർപ്പിക്കാവുന്നതാണ്. വരുന്ന ഓണത്തിന് മുൻപായി തന്നെ അർഹരായിട്ടുള്ള 1,00,000 പേർക്കെങ്കിലും മുൻഗണനാ കാർഡുകളൊക്കെ തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്വന്തമായിട്ട് 4 ചക്ര വാഹനമുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ, പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ എന്നിവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. അതേസമയം ആശ്രയ പദ്ധതിയിലുള്ളവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ നിത്യരോഗികളുള്ള കുടുംബങ്ങൾ എന്നിവർക്ക് ഈ അപേക്ഷയിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ ഫീൽഡ് തല പരിശോധനകൾക്ക് ശേഷം മാത്രം ലഭിക്കുന്ന BPL അർഹത സർട്ടിഫിക്കറ്റ് കൂടി ഈ അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്നത് ഇതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് ഏറെ സഹായകരമായി മാറും എന്നതിനാൽ തന്നെ ഒട്ടും സമയം കളയാതെ ഇതിനായിട്ടുള്ള നടപടികളൊക്കെ തന്നെ അപേക്ഷകർ ഉടനടി ആരംഭിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 7 ഇന്നലെ ചൊവ്വാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 125 രൂപ കുറഞ്ഞ് 13,315 രൂപയിലും പവന് 1000 രൂപ കുറഞ്ഞ് 1,06,520 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.